ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പബ്ലിക്കായിട്ടാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നിടത്ത് കുറച്ച് വ്യൂസ് കിട്ടുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അൽഗോരിതം ഇതുവഴി നിങ്ങളുടെ വീഡിയോ മോർ ഓഡിയൻസിലേക്ക് പുഷ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ പുതിയ വ്യൂവേഴ്സിനെ കിട്ടാമെന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്നെ അറിയില്ലാത്തവർക്ക് എന്നൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിവിൻഡ്ര. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ സമയം കിട്ടുമ്പോൾ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ കണ്ടൻറ്റും ഞാൻ എൻ്റെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. പ്രൈവറ്റ്, അൺലിസ്റ്റ്, പബ്ലിക്, ഷെഡ്യൂൾ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കാണാറുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കാണാം ഒരുപാട് പേര് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പബ്ലിക് ചിലവർ ഡയറക്റ്റ് വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ടാഗും ഹാഷ്ടാഗും ക്യാപ്ഷൻ എല്ലാം കൊടുത്തിട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് ആ ഒരു വീഡിയോൻ്റെ പ്രസ്തുത അത് എന്താണെങ്കിലും നിങ്ങളുടെ വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും അതൊന്നും അറിയാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല. ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അത് റോങ് ഓഡിയൻസിലേക്കാണ് നമ്മളുടെ വീഡിയോ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും എന്താണ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവർ ആ വീഡിയോ ഫുള്ളായിട്ട് കാണത്തില്ല, അല്ലെങ്കിൽ അതിലൊരു ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ അവർ ഇത് ഉണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോൻ്റെ വ്യൂസ് കൂടുന്നത് അവിടെ സ്റ്റക്ക് ആവും. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുക ഫോണിൽ. അതിനുശേഷം നിങ്ങൾ ക്രോമിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് മോഡലിൽ നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ ഓപ്പൺ ആക്കും. അപ്പോൾ നിങ്ങൾ അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പബ്ലിക് ടു സബ്സ്ക്രിപ്ഷൻസ് ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യണം. സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ഒരു വിസിബിലിറ്റി ഒരു ഇതുണ്ട്. അതിൽ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം നിങ്ങളുടെ വീഡിയോസ് ആരൊക്കെ കാണുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിസിബിലിറ്റി എന്ന ഓപ്ഷനിൽ ആദ്യത്തെ പ്രൈവറ്റ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഓൺലി യു ആൻഡ് പീപ്പിൾ യു ചൂസ്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഓൾറെഡി അറിയാം, കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒത്തിരി പേരുമായിട്ട് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ ലിങ്ക് ആണെങ്കിലും ഷെയർ ചെയ്യാനും കമൻറ്റ് പിൻ ചെയ്യാനും ഒത്തിരി കാര്യങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കി ഇടുക. അപ്പോൾ അവിടെ ഇതല്ലാണ്ട് ഈ മൂന്നെണ്ണം അല്ലാണ്ട് നമുക്ക് ഓരോ ഓപ്ഷൻ കൂടി കാണാം, ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് വീഡിയോസ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത് നാളത്തേക്കാണെങ്കിൽ അതിൽ നിങ്ങളുടെ വീഡിയോയിൽ ഇതിന് മുമ്പ് വീഡിയോസ് ഇട്ടവർക്ക് അറിയാൻ പറ്റും ഏത് വീഡിയോയിൽ ടൈമിൽ ഇട്ടപ്പോഴാണ് കൂടുതൽ പേര് വാച്ച് ചെയ്തതെന്നുള്ളത്. അങ്ങനെ അപ്ലോഡ് ചെയ്യാം. ആ ഒരു ടൈമും ആ ഒരു ഡേറ്റും കൊടുക്കാം. ഇല്ലാത്ത യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ടൈം മാറ്റി നിങ്ങളുടെ വീഡിയോസ് നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏത് ഡേ ആണെങ്കിൽ ആ ഒരു ഏത് ഡേയിൽ ഏത് ടൈമിലാണ് കൂടുതലും വീഡിയോസ് ആൾക്കാർ വാച്ച് ചെയ്തെന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ടൈമിൽ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടൈം ചൂസ് ചെയ്തിട്ട് ആ ടൈമിൽ തന്നെ ഒന്ന് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കുക. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ചിലവർക്ക് ഇപ്പോൾ അത്യാവശ്യം വീഡിയോസ് ഇട്ട് വന്ന യൂട്യൂബേഴ്സിന് ഇപ്പോൾ ഓഡിയൻസിൻ്റെ ടൈമിൻ്റെ ഇത് കൊടുത്തിട്ടുള്ള ഒരിത് കാണാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് നോക്കിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഷെഡ്യൂൾ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം നിങ്ങൾ അവിടെ വിസിബിലിറ്റി അതിലെടുത്ത് ഷെഡ്യൂൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഷെഡ്യൂൾ ആസ് പബ്ലിക്കിൻ്റെ അടിയിലായിട്ട് ഇന്ന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഡേറ്റ് മാർച്ച് 22 അപ്പോൾ നാളത്തെ ഡേറ്റ് ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. നാളത്തേക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാർച്ച് 23 ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, 2026. ഇനി അടുത്തതെന്ന് പറയുന്നത്
ടൈമാണ്. ടൈം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ടൈം അവിടെ കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ അവിടെ കൊടുക്കുന്നത് 7 AM അല്ലെങ്കിൽ 12 o'clock ഞാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ദിവസം എങ്ങനെ വന്നാലും ഒരു 10 വീഡിയോയ്ക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ വീഡിയോസ് ഏത് ഓഡിയൻസിലേക്കുള്ളത് നിങ്ങളത് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത്രയും ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോ പോയി പിന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യൂസ് നിങ്ങളുടെ ചാനലിൽ തന്നെ വരാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. So thanks everyone for watching my video. Don't forget to like, share and subscribe to my channel.